ഓം ശാന്തി 21/9/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 2/2/2007 മധുബൻ. പരമാത്മ പ്രാപ്തികളാൽ സമ്പന്നമായ ആത്മാവിൻ്റെ അടയാളമാണ് ഹോളിയസ്റ്റ്, ഹയസ്റ്റ്, റിച്ചസ്റ്റ്. ഇന്ന് വിശ്വ പരിവർത്തകനായ ബാബ്ദാദ തൻ്റെ സഹചാരി കുട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ പരമാത്മാവിൽ നിന്നുള്ള 3 വിശേഷ പ്രാപ്തികൾ നോക്കുകയാണ്. 1 ഹോളിയസ്റ്റ്, 2 ഹയസ്റ്റ്, 3 റിച്ചസ്റ്റ്. ഈ ജ്ഞാനത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ഹോളി, അതായത് പവിത്രമാവുക എന്നതാണ്. അപ്പോൾ ഓരോ കുട്ടിയും ഹോളിയസ്റ്റ് ആണ്. പവിത്രത കേവലം ബ്രഹ്മചര്യം അല്ല, എന്നാൽ മനസ്സിൽ, വാക്കിൽ, കർമ്മത്തിൽ, സംബന്ധ സമ്പർക്കത്തിൽ പവിത്രത. താങ്കൾ നോക്കൂ, പരമാത്മ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കൾ ആദി, മധ്യ, അന്ത്യം 3 കാലത്തിലും ഹോളിയസ്റ്റ് ആയി ഇരിക്കുന്നു. ആദ്യമാദ്യം ആത്മാവ് എപ്പോഴാണോ പരംധാമത്തിൽ വസിക്കുന്നത്, അപ്പോൾ അവിടെയും ഹോളിയസ്റ്റ് ആണ്. പിന്നെ എപ്പോഴാണോ ആദിയിൽ വരുന്നത്, അപ്പോൾ ആദികാലത്തിലും ദേവതാരൂപത്തിൽ ഹോളിയസ്റ്റ് ആത്മാവ് ആയിരുന്നു. ഹോളിയസ്റ്റ്, അതായത് പവിത്ര ആത്മാവിൻ്റെ വിശേഷതയാണ് പ്രവൃത്തിയിലിരിക്കുമ്പോഴും സമ്പൂർണ്ണ പവിത്രമായി ഇരിക്കുക. മറ്റുള്ളവരും പവിത്രമാകുന്നു, എന്നാൽ താങ്കളുടെ പവിത്രതയുടെ വിശേഷതയാണ് സ്വപ്നത്തിൽ പോലും അപവിത്രത മനസ്സിലും ബുദ്ധിയിലും ടച്ച് ചെയ്യരുത്. സത്യയുഗത്തിൽ ആത്മാവും പവിത്രമാകുന്നു, താങ്കളുടെ ശരീരവും പവിത്രമാകുന്നു. ആത്മാവും ശരീരവും രണ്ടിൻ്റെയും പവിത്രത ദേവാത്മാവിൻ്റെ രൂപത്തിൽ നിലനിൽക്കുന്നു. അത് ശ്രേഷ്ഠ പവിത്രതയാണ്. ഏതുപോലെ ഹോളിയസ്റ്റ് ആകുന്നുവോ, ഇത്രയും തന്നെ ഹയസ്റ്റും ആകുന്നു. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണ ആത്മാക്കൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ കുട്ടികളും ആയിരിക്കുകയാണ്. ആദിയിൽ പരംധാമത്തിലും ഹയസ്റ്റ്, അതായത് ബാബയോടൊപ്പം നിവസിക്കുന്നു. മധ്യത്തിലും പൂജ്യ ആത്മാക്കൾ ആകുന്നു. എത്ര സുന്ദരമായ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു, എത്ര വിധിപൂർവം പൂജ ഉണ്ടാകുന്നു. എത്രത്തോളം വിധിപൂർവം ദേവതമാരായ താങ്കളുടെ ക്ഷേത്രത്തിൽ പൂജ ഉണ്ടാകുന്നുവോ, അത്രയും മറ്റുള്ളവരുടെ ക്ഷേത്രം ഉണ്ടാകുന്നു. എങ്കിലും വിധിപൂർവം പൂജ താങ്കളുടെ ദേവതാരൂപത്തിനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോളിയസ്റ്റുമാണ്, ഹയസ്റ്റുമാണ്, ഒപ്പം റിച്ചസ്റ്റും ആണ്. ലോകത്തിൽ റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നു, എന്നാൽ താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കൾ റിച്ചസ്റ്റ് ഇൻ കൽപ്പ ആണ്. മുഴുവൻ കൽപ്പത്തിലും റിച്ചസ്റ്റ് ആണ്. തൻ്റെ ഖജനാവുകൾ സ്മൃതിയിൽ വരുന്നു. എത്ര ഖജനാവുകളുടെ അധികാരിയാണ്! ഈ ഒരു ജന്മത്തിൽ ഏതൊരു അവിനാശി ഖജനാവുകൾ പ്രാപ്തമാകുന്നുവോ, അത് അനേകം ജന്മങ്ങൾ തുടരുന്നു. മറ്റാരുടെയും ഖജനാവുകൾ അനേകം ജന്മം തുടരുന്നില്ല, എന്നാൽ താങ്കളുടെ ഖജനാവ് ആധ്യാത്മികമാണ്. ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്, ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ഖജനാവ്, വർത്തമാന സമയത്തിൻ്റെ ഖജനാവ്. ഈ സർവ ഖജനാവുകളും ജന്മജന്മങ്ങളിൽ നടക്കുന്നു. ഒരു ജന്മത്തിൽ പ്രാപ്തമായ ഖജനാവ് കൂടെ വരുന്നു. കാരണം സർവ ഖജനാവുകളുടെയും ദാതാവായ പരമാത്മാവാകുന്ന പിതാവിലൂടെയാണ് പ്രാപ്തമാകുന്നത്. അപ്പോൾ നമ്മുടെ ഖജനാവുകൾ അവിനാശിയാണ് എന്ന ലഹരിയുണ്ടോ? ഈ ആധ്യാത്മിക ഖജനാവുകൾ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി സഹജയോഗി ആയിരിക്കുകയാണ്. ഓർമ്മയുടെ ശക്തിയിലൂടെ ഖജനാവുകൾ ശേഖരിക്കുന്നു.
ഈ സമയത്തും ഈ സർവ ഖജനാവുകളും കൊണ്ട് സമ്പന്നമായ നിശ്ചിന്ത ചക്രവർത്തിയാണ്. എന്തെങ്കിലും ചിന്തയുണ്ടോ? കാരണം ഈ ഏതെല്ലാം ഖജനാവുകളുണ്ടോ ഇതിനെ കള്ളന് മോഷ്ടിക്കാൻ സാധിക്കില്ല, രാജാവിന് ഭക്ഷിക്കാൻ, അതായത് പിടിച്ചെടുക്കാൻ സാധിക്കില്ല, വെള്ളത്തിൽ മുക്കി താഴ്ത്താൻ സാധിക്കില്ല. അതിനാൽ നിശ്ചിന്ത ചക്രവർത്തിയാണ്. അപ്പോൾ ഈ ഖജനാവുകൾ സദാ സ്മൃതിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഓർമ്മയും സഹജമായിരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നതിൻ്റെ ആധാരമാണ് 1 സംബന്ധം, 2 പ്രാപ്തി. എത്രത്തോളം പ്രിയപ്പെട്ട സംബന്ധം ആയിരിക്കുമോ അത്രയും ഓർമ്മ സ്വതവേ വരുന്നു. കാരണം സംബന്ധത്തിൽ സ്നേഹമുണ്ടായിരിക്കും. എവിടെ സ്നേഹമുണ്ടോ അപ്പോൾ സ്നേഹിയെ ഓർമ്മിക്കുന്നത് പ്രയാസം ആയിരിക്കില്ല, എന്നാൽ മറക്കുന്നതാണ് പ്രയാസം. അപ്പോൾ ബാബ സർവ സംബന്ധങ്ങളുടെയും ആധാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും സ്വയം സഹജയോഗിയായി അനുഭവിക്കുന്നുണ്ടോ? അതോ പ്രയാസപ്പെടുന്ന യോഗിയാണോ? സഹജമാണോ? അതോ ഇടയ്ക്ക് സഹജവും ഇടയ്ക്ക് പ്രയാസവുമാണോ? എപ്പോഴാണോ ബാബയെ സംബന്ധത്തോടെയും സ്നേഹത്തോടെയും ഓർമ്മിക്കുന്നത് അപ്പോൾ ഓർമ്മ പ്രയാസമായിരിക്കുകയില്ല. പ്രാപ്തികളും ഓർമ്മിക്കൂ. സർവപ്രാപ്തികളുടെയും ദാതാവ് സർവപ്രാപ്തികളും ഉണ്ടാക്കിച്ചു. അപ്പോൾ സ്വയം സർവ ഖജനാവുകൾ കൊണ്ടും സമ്പന്നമായി അനുഭവിക്കുന്നുണ്ടോ? ഖജനാവുകൾ ശേഖരിക്കാനുള്ള സഹജവിധിയും ബാബ്ദാദ കേൾപ്പിച്ചു. ഏതെല്ലാം അവിനാശി ഖജനാവുകളുണ്ടോ ആ എല്ലാ ഖജനാവുകളും പ്രാപ്തമാക്കാനുള്ള വിധിയാണ് ബിന്ദു. ഏതുപോലെ വിനാശി ഖജനാവിൽ ആയാലും ബിന്ദു ഇട്ടുകൊണ്ടേയിരുന്നാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ അവിനാശി ഖജനാവുകൾ ശേഖരിക്കുന്നതിനുള്ള വിധിയാണ് ബിന്ദു ഇടുക. 3 ബിന്ദുക്കളുണ്ട്. 1 ഞാൻ ആത്മാവ് ബിന്ദു, ബാബയും ബിന്ദു. ഡ്രാമയിൽ ഏതെല്ലാം കടന്നു പോകുന്നുവോ അത് ഫുൾ സ്റ്റോപ്പ്, അതായത് ബിന്ദു. അപ്പോൾ ബിന്ദു ഇടാൻ അറിയാമോ? ഏറ്റവും സഹജമായ മാത്ര ഏതാണ്? ബിന്ദു ഇടുന്നതാണല്ലോ. അപ്പോൾ ആത്മാവ് ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. ഈ സ്മൃതിയിലൂടെ സ്വതവേ തന്നെ ഖജനാവുകൾ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ബിന്ദുവിനെ സെക്കൻഡിൽ ഓർമ്മിക്കുന്നതിലൂടെ എത്ര സന്തോഷം ഉണ്ടാകുന്നു. ഈ സർവ ഖജനാവുകളും താങ്കളുടെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അധികാരമാണ്. കാരണം കുട്ടിയാവുക എന്നാൽ അധികാരിയാവുക എന്നർത്ഥം. വിശേഷിച്ച് 3 സംബന്ധത്തിൻ്റെ അധികാരം പ്രാപ്തമാകുന്നു. പരമാത്മാവിനെ പിതാവും ആക്കി, ശിക്ഷകനും ആക്കി, സദ്ഗുരുവും ആക്കി. ഈ 3 സംബന്ധത്തിലൂടെ പാലനയും പഠനത്തിലൂടെ സോഴ്സ് ഓഫ് ഇൻകവും അഥവാ വരുമാനവും, സദ്ഗുരുവിലൂടെ വരദാനവും ലഭിക്കുന്നു. എത്ര സഹജമായി വരദാനം ലഭിക്കുന്നു? കാരണം കുട്ടികളുടെ ജന്മസിദ്ധ അധികാരമാണ് ബാബയുടെ വരദാനം പ്രാപ്തമാക്കുന്നത്. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യുന്നു. നിങ്ങളേവരും തൻ്റെ ഈ സമയത്തിൻ്റെ ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യൂ. ശേഖരണം ഉണ്ടായോ അതോ ഉണ്ടായില്ലേ? അതിൻ്റെ വിധിയാണ് ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മത്തിൽ സ്വയവും സന്തുഷ്ടം, ആരുടെ കൂടെയാണോ കർമ്മം ചെയ്തത് അവരും സന്തുഷ്ടം. അഥവാ 2 പേരിലും സന്തുഷ്ടത ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂ, കർമ്മത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെട്ടു. അഥവാ സ്വയം തന്നിലോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ അവരിലോ സന്തുഷ്ടത വന്നില്ലെങ്കിൽ ശേഖരണം ഉണ്ടാകുന്നില്ല.
ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും സമയത്തിൻ്റെ സൂചനയും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ വർത്തമാന സംഗമത്തിൻ്റെ സമയം മുഴുവൻ കൽപ്പത്തിലും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ സമയമാണ്. കാരണം ഈ സംഗമം തന്നെയാണ് ശ്രേഷ്ഠ കർമ്മങ്ങളുടെ വിത്ത് വിതയ്ക്കാനുള്ള സമയം, പ്രത്യക്ഷ ഫലം പ്രാപ്തമാക്കാനുള്ള സമയമാണ്. ഈ സംഗമ സമയത്തിൽ ഓരോരോ സെക്കൻഡും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാണ്. എല്ലാവർക്കും ഒരു സെക്കൻഡിൽ ആ ശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ബാബ്ദാദ സഹജമായ വിധി കേൾപ്പിച്ചു. നിരന്തര ഓർമ്മയ്ക്കു വേണ്ടി ഒരു വിധി തയ്യാറാക്കൂ. മുഴുവൻ ദിവസത്തിലും 2 വാക്കുകൾ എല്ലാവരും പറയുന്നു, അനേകം തവണ പറയുന്നു. ആ 2 വാക്കാണ് ഞാൻ, എൻ്റേത്. എപ്പോഴാണോ ഞാൻ എന്ന വാക്ക് പറയുന്നത്, അപ്പോൾ ബാബ പരിചയം നൽകിയിട്ടുണ്ട്, ഞാൻ ആത്മാവാണ്. എപ്പോഴെല്ലാം ഞാൻ എന്ന വാക്ക് പറയുന്നുവോ അപ്പോൾ ഇത് ഓർമ്മിക്കൂ, ഞാൻ ആത്മാവാണ്. ഞാൻ എന്ന് മാത്രമായി ചിന്തിക്കരുത്, ഞാൻ ആത്മാവാണ് എന്നത് ഒപ്പം ചിന്തിക്കൂ. കാരണം താങ്കൾ അറിയുന്നുണ്ടല്ലോ, ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്, പരമാത്മാവിൻ്റെ പാലനയിൽ കഴിയുന്ന ആത്മാവാണ്. എപ്പോഴാണോ എൻ്റേത് എന്ന വാക്ക് പറയുന്നത്, അപ്പോൾ എൻ്റേത് ആരാണ്? എൻ്റെ ബാബ, അതായത് പിതാ പരമാത്മാവ്. അപ്പോൾ എപ്പോഴെല്ലാം ഞാൻ, എൻ്റേത് എന്ന വാക്കുകൾ പറയുന്നുവോ ആ സമയത്ത് ഈ അഡീഷൻ ചെയ്യൂ, ഞാൻ ആത്മാവ്, എൻ്റെ ബാബ. എത്രത്തോളം ബാബയിൽ എൻ്റേത് എന്നത് കൊണ്ടുവരുമോ അത്രയും ഓർമ്മ സഹജമായി കൊണ്ടിരിക്കും. കാരണം എൻ്റേതിനെ ഒരിക്കലും മറക്കുന്നില്ല. മുഴുവൻ ദിവസത്തിലും നോക്കൂ, എൻ്റേത് തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ വിധിയിലൂടെ സഹജമായി നിരന്തര യോഗി ആകുവാൻ സാധിക്കും. ബാബ്ദാദ ഓരോ കുട്ടിയെയും സ്വമാനത്തിൻ്റെ സീറ്റിൽ ഇരുത്തി സ്വമാനത്തിൻ്റെ ലിസ്റ്റ് അഥവാ സ്മൃതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ എത്ര നീണ്ടതാണ്. കാരണം സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ദേഹാഭിമാനം വരിക സാധ്യമല്ല. ഒന്നുകിൽ ദേഹാഭിമാനം ഉണ്ടാകും, അല്ലെങ്കിൽ സ്വമാനം ഉണ്ടായിരിക്കും. സ്വമാനത്തിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, സ്വയം തൻ്റെ, അതായത് ആത്മാവിൻ്റെ ശ്രേഷ്ഠ സ്മൃതിയുടെ സ്ഥാനം. അപ്പോൾ എല്ലാവരും തൻ്റെ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുകയാണോ? എത്രത്തോളം സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാകുമോ അത്രയും മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുന്നത് സ്വതവേ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് എത്ര സഹജമാണ്. അപ്പോൾ എല്ലാവരും പ്രസന്നമായിരിക്കുന്നുണ്ടോ? കാരണം പ്രസന്നമായി ഇരിക്കുന്നവർ മറ്റുള്ളവരെയും പ്രസന്നമാക്കി മാറ്റും. ബാബ്ദാദ സദാ പറയുന്നു, മുഴുവൻ ദിവസത്തിലും സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എന്തുകൊണ്ട്? സന്തോഷം ഇങ്ങനെയുള്ള വസ്തുവാണ്, അതായത് ആ ഒരേ ഒരു സന്തോഷത്തിൽ ഹെൽത്തും ഉണ്ട്, വെൽത്തും ഉണ്ട്, ഹാപ്പിയും ഉണ്ട്. സന്തോഷം ഇല്ലെങ്കിൽ ജീവിതം നീരസമായിരിക്കും. സന്തോഷത്തെ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്, സന്തോഷം പോലെ ഒരു ഖജനാവില്ല എന്ന്. എത്ര തന്നെ ഖജനാവ് ഉണ്ടായിരുന്നാലും സന്തോഷമില്ലെങ്കിൽ ഖജനാവിൽ നിന്നും പ്രാപ്തി ചെയ്യാൻ സാധിക്കില്ല. സന്തോഷത്തെക്കുറിച്ച് പറയുന്നു, സന്തോഷം പോലൊരു പോഷണമില്ല. അപ്പോൾ സന്തോഷം വെൽത്തുമാണ്, സന്തോഷം ഹെൽത്തുമാണ്. പേര് തന്നെ സന്തോഷം എന്നാണ്. അപ്പോൾ ഹാപ്പി തന്നെയാണ്. അപ്പോൾ സന്തോഷത്തിൽ 3 വസ്തുക്കളുണ്ട്. ബാബ അവിനാശി സന്തോഷത്തിൻ്റെ ഖജനാവുകൾ നൽകി. ബാബയുടെ ഖജനാവ് പാഴാക്കാൻ പാടില്ല. അപ്പോൾ സദാ സന്തോഷമായിരിക്കുന്നുണ്ടോ? ബാബ്ദാദ ഹോംവർക്ക് നൽകി, സന്തോഷമായിരിക്കണം, സന്തോഷം പങ്കുവയ്ക്കണം. കാരണം സന്തോഷം ഇങ്ങനെയുള്ള ഒരു വസ്തുവാണ്,
അത് എത്ര പങ്കുവയ്ക്കുന്നുവോ അത്രയും വർദ്ധിക്കും. അനുഭവം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അനുഭവം ചെയ്തിട്ടുണ്ടല്ലോ. അഥവാ സന്തോഷം പങ്കുവയ്ക്കുകയാണെങ്കിൽ പങ്കുവയ്ക്കുന്നതിന് മുമ്പേ തൻ്റെ അടുക്കൽ വർദ്ധിക്കുന്നു. സന്തോഷിപ്പിക്കുന്നവരെക്കാൾ മുമ്പേ സ്വയം സന്തോഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹോംവർക്ക് ചെയ്തുവോ? ആര് ചെയ്തുവോ അവർ കൈ ഉയർത്തു. ആരാണ് ചെയ്തത്? അതായത് സന്തോഷമായിരിക്കണം. കാരണം അല്ല, നിവാരണം ചെയ്യണം. പരിഹാര സ്വരൂപം ആകണം. കൈ ഉയർത്തു. ഇത് സംഭവിച്ചു പോയി എന്ന് ഇപ്പോൾ പറയില്ലല്ലോ. ബാബ്ദാദയുടെ അടുക്കൽ പല കുട്ടികളും തൻ്റെ റിസൾട്ടും എഴുതിയിട്ടുണ്ട്. നമ്മൾ എത്ര % ഓക്കെ ആയിരുന്നു എന്ന്. ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലൂടെ ലക്ഷണം സ്വതവേ തന്നെ വരുന്നു. ശരി. ഡബിൾ വിദേശി സഹോദരി സഹോദരന്മാരോട്, വിദേശികൾ തൻ്റെ ഒറിജിനൽ വിദേശം ഒരിക്കലും മറക്കുന്നുണ്ടാവില്ല. ഒറിജിനലായി താങ്കൾ ഏതു ദേശത്തിലേതാണ് എന്നത് ഓർമ്മയുണ്ടായിരിക്കുന്നല്ലോ. അതിനാൽ എല്ലാവരും താങ്കളെ ഡബിൾ വിദേശി എന്ന് പറയുന്നു. കേവലം വിദേശിയല്ല, ഡബിൾ വിദേശി. അപ്പോൾ താങ്കൾ തൻ്റെ സ്വീറ്റ് ഹോം ഒരിക്കലും മറക്കുന്നുണ്ടാകില്ല. അപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാണല്ലോ. ബാബ്ദാദ പറയുന്നു, ഏതെങ്കിലും ചെറുതോ വലുതോ ആയ സമസ്യ വന്നുവെങ്കിൽ സമസ്യയല്ല, എന്നാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരീക്ഷയാണ്. അപ്പോൾ ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനം താങ്കളുടെ അധികാരമാണ്. ഹൃദയ സിംഹാസനസ്ഥരായി മാറൂ. അപ്പോൾ സമസ്യ കളിപ്പാട്ടമായി മാറും. സമസ്യയിൽ ഭയപ്പെടുകയില്ല, കളിക്കും. കളിപ്പാട്ടമാണ്. എല്ലാവരും പറക്കുന്ന കല ഉള്ളവരാണല്ലോ. പറക്കുന്ന കല ഉണ്ടോ അതോ നടക്കുന്നവരാണോ? പറക്കുന്നവരാണോ അതോ നടക്കുന്നവരാണോ? ആരാണോ പറക്കുന്നവർ അവർ കൈ ഉയർത്തു. പറക്കുന്നവരാണ്. പകുതി പേർ കൈ ഉയർത്തുന്നു. പറക്കുന്നവരാണോ? നല്ലത്. ഇടയ്ക്കിടയ്ക്ക് പറക്കുന്നത് ഉപേക്ഷിക്കുന്നുണ്ടോ? പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് പാടില്ല. ചില കുട്ടികൾ ബാബ്ദാദയോട് പറയുന്നു, ബാബ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ പറയുന്നു, നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ പറന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ നടക്കുന്നതിൻ്റെ സമയമല്ല, പറക്കുന്നതിൻ്റെ സമയമാണ്. ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ചിറകുകൾ ഓരോരുത്തർക്കും ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചിറകുകൾ കൊണ്ട് പറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിവസവും ചെക്ക് ചെയ്യൂ. പറക്കുന്ന കലയിൽ പറന്നുകൊണ്ടിരിക്കുകയാണോ? നല്ലതാണ്. റിസൾട്ടിൽ ബാബ്ദാദ കണ്ടു, സെൻറ്റേഴ്സ് വിദേശത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. ഏതുപോലെ ഡബിൾ വിദേശിയാണോ അതേപോലെ ഡബിൾ സേവനം മനസ്സായും വാചായും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കൂ. മനസ്സാ ശക്തിയിലൂടെ ആത്മാക്കളുടെ ആത്മീയ വൃത്തി ഉണ്ടാക്കൂ, വായുമണ്ഡലം ഉണ്ടാക്കൂ. ഇപ്പോൾ ദുഃഖം വർദ്ധിക്കുന്നത് കണ്ട് ദയ തോന്നുന്നില്ലേ? താങ്കളുടെ ജഡചിത്രങ്ങളുടെ മുന്നിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ദയ കാണിക്കൂ, ദയ കാണിക്കൂ. ഇപ്പോൾ ദയാലു, കൃപാലു, ദയാഹൃദയരാകൂ. തൻ്റെ മേലും ദയ, മറ്റ് ആത്മാക്കളുടെ മേലും ദയ. നല്ലതാണ്. ഓരോ സീസണിലും ഓരോ ടേണിലും വരുന്നു. ഈ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകുന്നു. അപ്പോൾ പറന്നുകൊണ്ടിരിക്കൂ, പറപ്പിച്ചുകൊണ്ടിരിക്കൂ. നല്ലതാണ്. റിസൾട്ടിൽ കണ്ടു. ഇപ്പോൾ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നതിലും ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വയം തൻ്റെ പരിവർത്തനത്തിൻ്റെ ഗതി വിശ്വപരിവർത്തനത്തിൻ്റെ ഗതിയെ വർദ്ധിപ്പിക്കുന്നു. ശരി. ആദ്യമായി വന്നിരിക്കുന്നവർ ആരാണോ അവർ എഴുന്നേൽക്കൂ. നിങ്ങൾക്കേവർക്കും ബ്രാഹ്മണ ജന്മത്തിൻ്റെ ആശംസകൾ.
നല്ല മിഠായി ലഭിക്കും. എന്നാൽ ബാപ്ദാദ ദിൽഖുഷ് മിഠായി കഴിപ്പിക്കുകയാണ്. ആദ്യമായി മധുബനിൽ വരുന്നതിൻ്റെ ഈ ദിൽഖുഷ് മിഠായി സദാ ഓർമ്മ വയ്ക്കണം. ആ മിഠായി ആണെങ്കിൽ വായിലിട്ടു ഇല്ലാതായി പോവുകയും ചെയ്യും. എന്നാൽ ഈ മനസ്സന്തോഷത്തിൻ്റെ മിഠായി സദാ കൂടെ ഉണ്ടായിരിക്കും. വന്നത് നന്നായി. ബാപ്ദാദയും ദേശവിദേശത്തിലെ മുഴുവൻ പരിവാരവും തൻ്റെ സഹോദരി സഹോദരന്മാരായ താങ്കളെ കണ്ട് സന്തോഷിക്കുകയാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിലുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ലണ്ടനിലുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നു. 5 ഖണ്ഡങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കേവർക്കും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ജന്മദിനത്തിൻ്റെ ആശംസകൾ നൽകുന്നു. ശരി, ബാപ്ദാദയുടെ ആത്മീയ ഡ്രിൽ ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ബാപ്ദാദ ഓരോ കുട്ടിയോടും, പുതിയവരായാലും പഴയവരായാലും ചെറിയവരായാലും വലിയവരായാലും, ചെറിയവർക്ക് ഇനിയും ബാബയ്ക്ക് സമാനം വേഗത്തിൽ ആകുവാൻ സാധിക്കും. ഇപ്പോൾ സെക്കൻഡിൽ എവിടെ മനസ്സിനെ യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ മനസ്സ് ഏകാഗ്രമാകണം. ഈ ഏകാഗ്രതയുടെ ഡ്രിൽ സദാ ചെയ്തുകൊണ്ടിരിക്കൂ. ഇപ്പോൾ 1 സെക്കൻഡിൽ മനസ്സിൻ്റെ അധികാരിയായി ഞാനും എൻ്റെ ലോകമായ ബാബയും, രണ്ടാമത് ആരുമില്ല. ഈ ഏകാഗ്ര സ്മൃതിയിൽ സ്ഥിതി ചെയ്യൂ. ശരി, 4 ഭാഗത്തുമുള്ള സർവ തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ചിറകുകളിലൂടെ പറക്കുന്ന കലയുടെ അനുഭവീമൂർത്തിയായ കുട്ടികൾക്ക്, സദാ തൻ്റെ സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്ന കുട്ടികൾക്ക്, സദാ ദയാഹൃദയരായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് മനസ്സാശക്തിയിലൂടെ എന്തെങ്കിലുമൊക്കെ സുഖശാന്തിയുടെ അഞ്ജലി നൽകുന്ന ദയാലുവും കൃപാലുവുമായ കുട്ടികൾക്ക്, സദാ ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്ന ഹൃദയസിംഹാസനസ്ഥരായ കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ശരി, എല്ലാവരും വളരെ 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 സന്തുഷ്ടമാണ്. സന്തുഷ്ടമാണോ? വളരെ സന്തുഷ്ടമാണോ? എത്രയധികം! അപ്പോൾ സദാ ഇങ്ങനെയിരിക്കണം. എന്തുതന്നെ സംഭവിച്ചാലും സംഭവിച്ചു കൊള്ളട്ടെ, ഇപ്പോൾ സന്തോഷമായിരിക്കണം. നമുക്ക് പറക്കണം. ആർക്കും താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഉറപ്പാണോ? ഉറച്ച വാഗ്ദാനമാണോ? എത്ര ഉറച്ചത്! സന്തോഷമായിരിക്കൂ. സർവർക്കും സന്തോഷം നൽകൂ. ഇത്രമാത്രം. ഏതെങ്കിലും കാര്യം നല്ലതായി തോന്നിയില്ലെങ്കിൽ പോലും സന്തോഷം നഷ്ടപ്പെടുത്തരുത്. കാര്യത്തെ കടത്തിവിടൂ. സന്തോഷം കടന്നു പോകരുത്. കാര്യം ഇല്ലാതാവുക തന്നെ വേണം. എന്നാൽ സന്തോഷമാണെങ്കിൽ കൂടെ വരേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്താണോ കൂടെ വരേണ്ടത് അതിനെ ഉപേക്ഷിക്കുന്നു. എന്താണോ വിട്ടുപോകുന്നത് ആ വിട്ടുപോകുന്നതിനെ കൈവശം വയ്ക്കുന്നു. ഇത് ചെയ്യരുത്. അമൃതവേളയിൽ ദിവസവും ആദ്യം സ്വയം തന്നെ സന്തോഷത്തിൻ്റെ പോഷണം കഴിപ്പിക്കൂ. ശരി. വരദാനം: സ്വീറ്റ് സൈലൻസിൻ്റെ ലൗലീൻ സ്ഥിതിയിലൂടെ നഷ്ടോമോഹ സമർത്ഥ സ്വരൂപമായി ഭവിക്കട്ടെ. ദേഹം, ദേഹത്തിൻ്റെ സംബന്ധം, ദേഹത്തിൻ്റെ സംസ്കാരം, വ്യക്തി അല്ലെങ്കിൽ വൈഭവം, വായുമണ്ഡലം, വൈബ്രേഷൻ എല്ലാം ഉണ്ടായിരിക്കുമ്പോഴും തൻ്റെ നേർക്ക് ആകർഷിക്കരുത്. ലോകം നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾ അചഞ്ചലമായിരിക്കൂ. പ്രകൃതി, മായ എല്ലാം അവസാന നീക്കം നടത്തുന്നതിനു വേണ്ടി തൻ്റെ ഭാഗത്ത് എത്ര തന്നെ വലിച്ചാലും
താങ്കൾ വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരും ആകുന്നതിൻ്റെ സ്ഥിതിയിൽ ലൗലീൻ ആയിരിക്കൂ. ഇതിനെയാണ് പറയുന്നത് കണ്ടും കാണാതിരിക്കൂ, കേട്ടും കേൾക്കാതിരിക്കൂ. ഇത് തന്നെയാണ് സ്വീറ്റ് സൈലൻസ് സ്വരൂപത്തിൻ്റെ ലൗലീൻ സ്ഥിതി. എപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകുമോ അപ്പോൾ പറയും നഷ്ടോമോഹ സമർത്ഥ സ്വരൂപത്തിൻ്റെ വരദാനി ആത്മാവ്. സ്ലോഗൻ: ഹോളി ഹംസമായി അവഗുണമാകുന്ന കല്ലുകൾ ഉപേക്ഷിച്ച് നന്മയാകുന്ന മുത്തുകൾ കൊത്തിയെടുക്കൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. ജ്വാലാരൂപം ആകുന്നതിന് വേണ്ടി ഈ ഒരു താൽപ്പര്യം സദാ ഉണ്ടായിരിക്കണം. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പോകണം എന്നാൽ ഉപരാമം എന്നർത്ഥം. തൻ്റെ നിരാകാരി വീട്ടിലേക്ക് പോകണം എന്നിരിക്കെ തൻ്റെ വേഷം അതേപോലെ ആക്കേണ്ടതുണ്ട്. അപ്പോൾ പോകണം, എല്ലാവരെയും തിരികെ കൊണ്ടുപോകണം. ഈ സ്മൃതിയിലൂടെ സ്വതവേ തന്നെ സർവസംബന്ധങ്ങളിൽ നിന്നും സർവ പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്നും ഉപരാമം, അതായത് സാക്ഷിയായി മാറും. സാക്ഷിയാകുന്നതിലൂടെ സഹജമായി തന്നെ ബാബയുടെ കൂട്ടുകാരനും ബാബയ്ക്ക് സമാനവുമായി മാറും. സൂചന: ഇന്ന് മാസത്തെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ രാജയോഗി തപസ്വി സഹോദരീ സഹോദരന്മാരും വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷ യോഗാഭ്യാസത്തിൻ്റെ സമയത്ത് തൻ്റെ ആകാരി ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഭക്തരുടെ വിളി കേൾക്കണം, ഉപകാരവും ചെയ്യണം. മാസ്റ്റർ ദയാലുവും കൃപാലുവുമായി സർവരുടെയും മേൽ ദയയുടെ ദൃഷ്ടി പതിപ്പിക്കണം. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വരദാനം നൽകണം. ഓം ശാന്തി.